ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതുതായി നമുക്ക് മെമ്പേഴ്സ് ഓൺലി പോസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമായി നമുക്ക് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മെമ്പേഴ്സിന് മാത്രമായി എല്ലാമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമല്ല മെമ്പേഴ്സ് അല്ലാത്തവർക്കും നമ്മൾ മെമ്പേഴ്സ് ഓൺലി എന്ന് സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ചെല്ലും. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു ചെറിയ പ്രിവ്യൂ എല്ലാം ഇത്തരത്തിൽ അവർക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ പ്രിവ്യൂ എല്ലാം കണ്ടതിന് ശേഷം ആ വീഡിയോ മുഴുവനായി കാണണമെങ്കിൽ അവരോട് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ ഒരു മെസ്സേജ് എല്ലാം ലഭിക്കും. അപ്പോൾ ഇതിന്റെ ഗുണമെന്ന് പറയുന്നത്, ഒരുപാട് വ്യൂവേഴ്സ് ഇത്തരത്തിൽ പ്രിവ്യൂ എല്ലാം കണ്ടതിന് ശേഷം ആ ചാനലിൽ മെമ്പർഷിപ്പ് എല്ലാം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൂടുതൽ വ്യൂവേഴ്സിനെ എല്ലാം മെമ്പേഴ്സായി കിട്ടാനുള്ള സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, യൂട്യൂബിൽ നമ്മൾ ചില വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം കുറവും, അതുപോലെ ചില വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം എല്ലാം വളരെ കൂടുതലുമായിരിക്കും. അതിനാൽ തന്നെ ചില വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വോളിയം കൂടുതലുള്ള വീഡിയോസ് എല്ലാം വരുമ്പോൾ ഇത് നമുക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയി തോന്നുകയും അതിനാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വോളിയം എല്ലാം കുറയ്ക്കേണ്ടതായെല്ലാം വരാം. എന്നാൽ ഇതിന് പരിഹാരമായി യൂട്യൂബ് ഇപ്പോൾ പുതിയ ഒരു ഫീച്ചറാണ് കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് സ്റ്റേബിൾ വോളിയം എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ വോളിയം അല്ലെങ്കിൽ ഹൈ വോളിയം ഒന്നുമില്ലാതെ എല്ലാ വീഡിയോസും ഏകദേശം നല്ല രീതിയിൽ കേൾക്കാനെല്ലാം സാധിക്കും. അതായത് ഓഡിയോ ഇത് വളരെ ഹൈ വോളിയത്തിലൊന്നും വരാതെ ഒരു സ്റ്റേബിൾ വോളിയത്തിൽ വെച്ച് നമുക്ക് ഇതെല്ലാം കേൾക്കാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണിത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നിങ്ങൾ ആരുടെയെങ്കിലും ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇത് ഗ്ലോ ആകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ചാനലിന് താഴെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഗ്ലോ ആകും. അതിനാൽ തന്നെ കൂടുതൽ പേർ നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് യൂട്യൂബ് കരുതുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് എല്ലാം ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓഡിയൻസ് സെലക്ഷൻ എല്ലാം വരാറുണ്ട്. അതായത് കിഡ്സിനുള്ള വീഡിയോ ആണോ അതോ കിഡ്സിനുള്ള വീഡിയോ അല്ലയോ, ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായി സെലക്ട് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാൽ നമ്മൾ ഇത് കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് എന്നാണ് കൊടുക്കുന്നത്. നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ അല്ല എന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഇതിന് താഴെയായി നമുക്ക് ഏജ് റെസ്ട്രിക്ഷൻ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ യെസ് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 എന്ന് കൊടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് നോ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ വീഡിയോ ഇത് എത്തരത്തിലുള്ളതാണ് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു സെലക്ഷൻ എല്ലാം ചെയ്യാൻ. അപ്പോൾ ഈ പുതിയൊരു ഓപ്ഷൻ കൂടി നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള യൂട്യൂബ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്